കൃപാസനം പത്രം മാർച്ച് 2026 പാർട്ട് 7. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കുവൈറ്റിൽ നിന്നുള്ള അമൃത റാഫേലിന്റെ സാക്ഷ്യം. എൻഡോമെട്രിയോസിസ് ഉണ്ടായിരുന്നിട്ടും ഉടമ്പടി എടുത്ത് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ മാതാവ് കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഞാൻ MBBS കഴിഞ്ഞ നീറ്റ് PGക്ക് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. യാദൃച്ഛികമായി എനിക്കൊരു കൃപാസനം പത്രം കിട്ടുകയും ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ ചെയ്യുകയും ചെയ്തതിന്റെ ഫലമായി എനിക്ക് എക്സാം പാസ്സാകുന്നതിന് സാധിച്ചു. അതിനുശേഷം എൻ്റെ വിവാഹം കഴിഞ്ഞ് 4.5 വർഷമായിട്ടും കുട്ടികളാകുന്നില്ലായിരുന്നു. എനിക്ക് എൻഡോമെട്രിയോസിന്റെ അസുഖമുണ്ടായിരുന്നതിനാൽ പ്രഗ്നൻസി ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടർ പറഞ്ഞു. 2 പ്രാവശ്യം IUI ചെയ്തിട്ടും ഫലമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ മരുന്നെല്ലാം നിർത്തി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. 3 മാസം കഴിഞ്ഞ് വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ വീണ്ടും ഒട്ടിപ്പ് വന്നിട്ടുണ്ടെന്നും ലാപ്രോസ്കോപ്പി ചെയ്യണമെന്നും ഇല്ലെങ്കിൽ പ്രഗ്നൻസി വീണ്ടും ബുദ്ധിമുട്ടാകുമെന്നും പറഞ്ഞു. അങ്ങനെ ലാപ്രോസ്കോപ്പി ചെയ്യാൻ തീരുമാനിച്ച് ഞങ്ങൾ നാട്ടിൽ പോരാൻ ടിക്കറ്റ് എടുത്തു. നാട്ടിലേക്ക് പോകുന്നതിന്റെ തലേ ദിവസം വരെ എനിക്ക് പീരിയഡ്സ് ആകാത്തതിനാൽ UPT ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് ആയിരുന്നു. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. കോട്ടയം അരുവിത്തറയിൽ നിന്നുള്ള ആഷ്ന മരിയ ജോസിയുടെ സാക്ഷ്യം. UK-യിൽ വെച്ച് ജോസഫ് അച്ഛൻ പറഞ്ഞു, നീ സാക്ഷ്യം പറയാൻ റെഡി ആയിക്കോളൂ. ശേഷം 17 എന്ന തീയതിയും പറഞ്ഞു. ഉടമ്പടി വഴി നടന്ന അസാധ്യ കാര്യം. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് OET എക്സാം എഴുതി പാസ്സാകുന്നതിന് വേണ്ടിയാണ്. ഉടമ്പടി നിബന്ധനകൾ കൃത്യമായി പാലിച്ചതിന്റെ ഫലമായി എക്സാം പാസ്സാകാൻ സാധിച്ചു. അതിനുശേഷം UK-യിൽ പോയി OSCE എക്സാം ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എഴുതി പാസ്സാകാൻ സാധിച്ചു. അതുപോലെ തന്നെ എനിക്ക് അവിടുത്തെ രജിസ്ട്രേഷൻ പിൻ നമ്പർ കിട്ടാത്തതിനാൽ 100 ആപ്ലിക്കേഷൻ അയച്ചിട്ടും എല്ലാം റിജക്റ്റ് ആയി പോവുകയായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ UK-യിൽ ധ്യാനിപ്പിക്കാൻ വന്നപ്പോൾ അവിടെ ചെന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് നീ സാക്ഷ്യം പറയാൻ റെഡി ആയിക്കോളൂ 17 എന്ന തീയതിയും പറഞ്ഞു. അതിനുശേഷം ഞാൻ NMCക്ക് ഒരു ലെറ്റർ അയച്ചു. അത്ഭുതകരമായി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവരുടെ റിപ്ലൈ വരികയും എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുകയും 17-ാം ദിവസം രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കുകയും ചെയ്തു. കോഴിക്കോട് നിന്നുള്ള നിതിൻ ജോർജിന്റെ സാക്ഷ്യം. ഉടമ്പടിയിൽ ഞാൻ എഴുതി മറന്ന നിയോഗം മാതാവ് മറന്നിട്ടില്ലായിരുന്നു. ഞാൻ വിദേശത്തൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഉടമ്പടിയിൽ നിയോഗം വെച്ചത്. പക്ഷെ വിദേശത്ത് പോയി കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ കാര്യം എന്താകുമെന്നോർത്ത് ഒരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് നാട്ടിൽ തന്നെ നല്ലൊരു ജോലി ലഭിച്ചു. പിന്നെ വിദേശ ജോലിയെപ്പറ്റി ഞാൻ ഓർത്തിട്ടില്ല. പക്ഷെ മാതാവ് അത് മറന്നിട്ടില്ലായിരുന്നു. അതിനിടയിൽ എനിക്ക് ദുബായിൽ നിന്ന് ജോലി ഓഫർ വന്നു. ഞാൻ അക്കൗണ്ട്സ് ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് നാട്ടിൽ നിന്ന് തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നല്ല ശമ്പളത്തിൽ ദുബായിൽ ജോലി ലഭിച്ചു. കൂടാതെ എനിക്ക് കടുത്ത മൈഗ്രെയിന്റെ വേദനയും സന്ധിവേദനയും ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് സൗഖ്യം ലഭിച്ചു. കണ്ണൂർ പെരിങ്ങാലയിൽ നിന്നുള്ള ബിജി സാബുവിന്റെ സാക്ഷ്യം. 10 വർഷമായി താഴ്ചയുള്ള ഒരു നിലഭൂമിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 2 അറ്റാക്ക് കഴിഞ്ഞ ഭർത്താവുമായി ജീവിക്കുമ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ മാതാവ് ഈ വിഷയത്തിൽ നേരിട്ടിടപെട്ടു. 10 വർഷമായി ഞങ്ങൾ താമസിക്കുന്ന താഴ്ചയുള്ള സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നു. വെള്ളം കിട്ടാനുള്ള ബുദ്ധിമുട്ടും എത്ര പ്രാവശ്യം വഴിവെട്ടിയാലും മഴ പെയ്യുമ്പോൾ മണ്ണിടിഞ്ഞു വീണ് വണ്ടി കയറാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. എന്റെ ഭർത്താവിന് 2ാമത്തെ പ്രാവശ്യം അറ്റാക്ക് വന്നപ്പോൾ വീട് വരെ വണ്ടി വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നടന്നു കയറി മുകളിൽ ചെന്നിട്ടാണ് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാൻ സാധിച്ചത്. ആ സമയം ശ്വാസം എടുക്കാൻ ഭർത്താവ് വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. അപ്പോൾ മുതൽ റോഡ് സൈഡിൽ ഒരു വീട് കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വീട് വിൽക്കാനും പുതിയ സ്ഥലം വാങ്ങാനും സാധിച്ചു. ആ സ്ഥലത്ത് വെള്ളത്തിന് വേണ്ടി 500 അടി താഴ്ചയിൽ കുഴലടിച്ചിട്ടും പാറപ്പൊടിയാണ് വന്നത്. ഞാൻ വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വെള്ളം കിട്ടി. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള ബെനീറ്റ ടൈസന്റെ സാക്ഷ്യം. 2.5 വയസ്സായിട്ടും സംസാരിക്കാത്ത കുട്ടിയുടെ കഴുത്തിൽ ജോസഫ് അച്ഛൻ 7 തവണ സൈത്ത് പൂശി കുരിശു വരച്ച് പ്രാർത്ഥിച്ചു. അമ്മ എന്നവൻ ഉച്ചരിച്ചു. എന്റെ മകൻ 2.5 വയസ്സായിട്ടും സംസാരിക്കുന്നില്ലായിരുന്നു. ഞങ്ങൾ സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണിച്ചു. ഞങ്ങൾ അവനെ കൊണ്ട് സംസാരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കുഞ്ഞിന് ഒരു മാറ്റവും ഇല്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം മകന്റെ നെറ്റിയിലും നാവിലും പുരട്ടി പ്രാർത്ഥിച്ചിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ മകനെ ദൈവം തൊടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്റെ മെറിറ്റ് അവസാനിച്ചെടുത്ത് ഞാൻ മകനുമായി വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു.
അച്ഛൻ മകന്റെ കഴുത്തിൽ 7 തവണ സൈത്ത് പൂശി പ്രാർത്ഥിച്ചിട്ട് നീ ഇവന് വേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിക്കണമെന്ന് എന്നോട് പറഞ്ഞു. അതിനുശേഷം മകന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. അമ്മ എന്ന് വിളിക്കാൻ തുടങ്ങി. മകൻ ഒരുപാട് സംസാരിക്കാനും ദൈവത്തിന്റെ പാട്ടുകൾ പാടാനും തുടങ്ങി. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. വയനാട്ടിൽ നിന്നുള്ള ഷിജി ജെയിംസിന്റെ സാക്ഷ്യം. സാധ്യതകളൊന്നും ഇല്ലാതിരുന്നപ്പോൾ 14.5 ലക്ഷത്തിന്റെ ലോൺ ബാധ്യത 8 ലക്ഷത്തിൽ ഉടമ്പടി വഴി തീർപ്പായി. എന്റെ ചാച്ചൻ മക്കളെ കെട്ടിക്കുന്നതിന് വേണ്ടി ബാങ്കിൽ നിന്ന് 8 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് 10 വർഷമായി. പശു വളർത്തലായിരുന്നു അച്ഛനും അമ്മയും ചെയ്തിരുന്നത്. അങ്ങനെ കടം വീട്ടാമെന്ന് കരുതിയിരിക്കെ ചാച്ചന് സ്ട്രോക്ക് വരികയും ആ സമയം കടം വീട്ടാൻ പറ്റാതെ 14.5 ലക്ഷം രൂപയോളം പലിശ കയറി വന്നു. സ്ഥലം വിറ്റ് കടം വീട്ടാൻ നോക്കിയിട്ട് അത് നടക്കുന്നില്ലായിരുന്നു. ഞങ്ങൾ കുടുംബത്തിലുള്ളവരെല്ലാം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം ബാങ്കുകാർ വന്നിട്ട് ഇപ്പോൾ ഒരു സ്കീമുണ്ട്, ഒറ്റത്തവണ തീർപ്പാക്കലാണ്, പലിശ എഴുതി തള്ളാം, 8 ലക്ഷം മാത്രം അടച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ മുതൽ മാത്രം അടച്ച് ആധാരം എടുക്കാൻ സാധിച്ചു. എറണാകുളത്ത് നിന്നുള്ള അച്ചു ടോമിയുടെ സാക്ഷ്യം. കൃപാസനം ശുദ്ധ തട്ടിപ്പാണെന്ന് പറഞ്ഞ് തിരികെ പോയി. അത്ഭുതകരമായ ഉടമ്പടി അനുഭവങ്ങളിലൂടെ മാതാവ് എന്നെ തിരിച്ചു വിളിച്ചു. ഞാൻ കൃപാസനത്തിൽ 2 പ്രാവശ്യം വന്നെങ്കിലും ഇതൊക്കെ തട്ടിപ്പാണ്, ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞ് തിരികെ പോയി. ആ സമയത്ത് ഞങ്ങൾക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടും കോടതി കേസുമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വീട് പണയപ്പെടുത്തി ഒരാൾക്ക് കുറച്ച് സാമ്പത്തിക സഹായം ചെയ്തു. പക്ഷെ അയാൾ പൈസ തരാതെ ഞങ്ങളെ പറ്റിച്ചു. ഞങ്ങൾക്ക് ജപ്തി നോട്ടീസ് വന്നു. ബാങ്ക് മാനേജറോട് സംസാരിച്ചിട്ട് ഡേറ്റ് നീട്ടിത്തരാൻ തയ്യാറല്ലായിരുന്നു. എന്റെ ഭാര്യ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. മാതാവിന്റെ പ്രത്യക്ഷീകരണ ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. വെഞ്ചരിച്ച ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം മാനേജർ ഡേറ്റ് നീട്ടി തരികയും കേസ് ഒഴിവാക്കാനും ഭാര്യയ്ക്ക് നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തു. കണ്ണൂരിൽ നിന്നുള്ള വിമലയുടെ സാക്ഷ്യം. ജാമ്യം നിന്നതിന്റെ പേരിലുള്ള ഒരു അറസ്റ്റ് വാറന്റുമായാണ് ഞാൻ കണ്ണൂരിൽ നിന്ന് കൃപാസനത്തിലോട്ട് കടന്നു വരുന്നത്. ഒറ്റ ഉടമ്പടിയിലുണ്ടായ ദൈവിക ഇടപെടൽ. ഒരു ചേച്ചിക്ക് ചിട്ടിക്ക് ജാമ്യം നിന്ന് ആ ചേച്ചി പൈസ അടയ്ക്കാത്തതിന്റെ പേരിൽ ആദ്യ ജാമ്യക്കാരിയായ എന്റെ പേരിൽ അറസ്റ്റ് വാറന്റ് ഉണ്ടായി. എന്റെ വീട്ടിൽ പോലും പറയാതെയാണ് ഞാൻ ആ ചേച്ചിക്ക് ജാമ്യം നിന്നത്. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞ് വക്കീൽ എന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ അറസ്റ്റ് വാറന്റ് ഒഴിവാക്കി എന്ന് പറഞ്ഞു. 2ാമത്തെ പുതുക്കൽ കഴിഞ്ഞപ്പോൾ പൈസ അടയ്ക്കേണ്ട ചേച്ചി തന്നെ മുഴുവൻ പൈസ അടച്ചു തീർത്തതിനാൽ കേസിൽ നിന്ന് പൂർണ്ണമായും ഒഴിവായി കിട്ടി. കൂടാതെ എന്റെ വീട്ടിലേക്ക് 40 വർഷമായി വഴിയില്ലായിരുന്നു. ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന്റെ ഫലമായി ആ സ്ഥലത്തിന്റെ ഉടമ ഞങ്ങൾക്ക് സ്ഥലം തരികയും വഴി ലഭിക്കുകയും ചെയ്തു. കാനഡയിൽ നിന്നുള്ള ജോസ്ലിൻ അലക്സിന്റെ സാക്ഷ്യം. ഓൺലൈൻ ഉടമ്പടി എടുത്ത് 2-3 ദിവസം കഴിഞ്ഞൊരു സ്വപ്നം. കൺഗ്രാറ്റുലേഷൻസ്, യുവർ പ്രഗ്നൻസി ടെസ്റ്റ് ഈസ് പോസിറ്റീവ്. എന്റെ മരിയൻ സാന്നിധ്യാനുഭവ സാക്ഷ്യമാണിത്. കാനഡയിൽ നഴ്സായി വർക്ക് ചെയ്യുന്ന ഞാൻ കുടുംബമായി കൃപാസനത്തിൽ വന്നുവെങ്കിലും എന്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല. അതിനുശേഷം ഞാൻ കാനഡയിലേക്ക് തിരിച്ചുപോയി. അവിടെ വെച്ച് പ്രഗ്നന്റ് ആയെങ്കിലും മിസ്കാരേജ് ആയിപ്പോയി. ഞാൻ എൻ്റെ കണ്ണിലെ ഓരോ ഞരമ്പിലും ചോര വരുന്ന രീതിയിൽ മാതാവിന്റെ ഗ്രോട്ടോയിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു സ്വപ്നം കണ്ടു. കൺഗ്രാറ്റുലേഷൻസ്, യുവർ പ്രഗ്നൻസി ടെസ്റ്റ് ഈസ് പോസിറ്റീവ്. അതിനുശേഷം ഞാൻ പ്രഗ്നന്റ് ആയി. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു.